സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 23ാമത്തെ ക്വസ്റ്റിലേക്ക് വരികയാണ്. സോ 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോളാർ മാസ് ഓഫ് പ്രോഡക്റ്റ് എ എത്രയാണെന്നാണ്. സോ ഫൈനൽ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മോൾ കൺസെപ്റ്റ് എന്നാണെന്ന് പറയാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ മോൾ കൺസെപ്റ്റ് എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനീതിയായി പോകും. കാരണം ഇതിലെ മേജർ ഷെയറും ഓർഗാനിക് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓർഗാനിക്കിൽ ഏത് ടോപ്പിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ബ്രോമിനേഷൻ വന്നിട്ടുണ്ട്, അതേപോലെ അനിലിൻ്റെ ഫോർമേഷൻ, അതായത് റിഡക്ഷൻ ഓഫ് നൈട്രോ വന്നിട്ടുണ്ട്, ഡൈസോട്ടൈസേഷൻ വന്നിട്ടുണ്ട്, എന്നിട്ട് അതിനെ ബെൻസീൻ മാത്രമാക്കി റിഡക്ഷൻ വന്നിട്ടുണ്ട്. സോ മിക്സ്ചറാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓർഗാനിക് റിയാക്ഷൻ്റെ സീക്വൻസും അതേപോലെ തന്നെ ഫൈനലി നമുക്കതിൻ്റെ മോളാർ മാസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം ഇതിൽ എന്താണ് ഫൈനലി കിട്ടുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പം CH3NO2നെ നമ്മൾ Fe Br2 ഇൻ പ്രസൻസ് ഓഫ് Fe. Br2 ഇൻ പ്രസൻസ് ഓഫ് Fe എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ H+നെ റിമൂവ് ചെയ്ത് Br വരിക. എവിടെ Br വരുന്നതാണ് നല്ലത്? നമുക്കറിയാം ഇത് ടൊളുവിൻ്റെ കേസിൽ അവൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. അപ്പം ഇവിടെ വന്നാൽ നൈട്രോ നല്ലോണം പിടിച്ചു വലിക്കും, ഇവിടെ വന്നാലും നൈട്രോ നല്ലോണം പിടിച്ചു വലിക്കും. പിന്നെ വലിവ് കുറവുള്ളത് എവിടെയാണ്? ഇവിടെയാണ്. സോ ആ ഒരു ഓർത്തോ പൊസിഷനിലാണ് ആര് വരിക? ബ്രോമിൻ വരിക. അവിടെ വന്നാലാണ് അവന് കുറച്ചും കൂടി സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുക, സ്റ്റേബിൾ ആയിരിക്കുക അവിടെയാണ്. ഓക്കെ, ഇനി SnHCl എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ നൈട്രോനെ എന്താക്കി മാറ്റും? നൈട്രോനെ അനിലിനാക്കി മാറ്റും. അപ്പോൾ ഇവിടെ CH3, ഇവിടെ Br, ഇവിടെ NH2. ഇനി അടുത്തത് NaNO2HCl എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഡൈസോട്ടൈസേഷൻ ആണ്. അവിടെ ഡൈസോണിയം സോൾട്ട് ഫോം ചെയ്യും. ഇവിടെ CH3, ഇവിടെ Br, ഇവിടെ N2+Cl-. ഇനി ഡൈസോട്ടൈസേഷന് നിങ്ങൾ H3PO2 അല്ലെങ്കിൽ എത്തനോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈസോണിയം സോൾട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് അവിടെ ഹൈഡ്രജൻ ആഡ് ആവും. സോ ഇവിടെ നമുക്ക് CH3, ഇവിടെ Br, ഇങ്ങനെയാണ് ഫൈനലി കിട്ടുക. ഇനി ഇവൻ്റെ മോളാർ മാസ് എന്താണെന്നാണ് ചോദ്യം. സോ ഇവൻ്റെ മോളാർ മാസ് എന്താ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് C6H4CH3Br ഇങ്ങനെ എഴുതാം എനിക്ക്. കാരണം 2 സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അതുകൊണ്ടാണ് ഞാനിത് C6H6ലെ 2 ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു CH3 ഒരു Br വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ C7H7Br ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ 12 × 7 എന്ന് പറയുമ്പോൾ എത്ര വരും? 12 × 7 14, 8, 84 +7 +80, 91 + 80 171, 171. So the answer is 171. Thank you.